അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ കള്ളിംഗി മാർക്കിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ്. മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡ് ഓപ്പൺ സീനിൽ തന്നെ നമ്മുടെ നോയാസിനെയാണ് കാണിക്കുന്നത്. നോയാസിനാണെങ്കിൽ നമ്മുടെ ചോസോനെ പോലെ ബ്ലഡ് മാനിപ്പുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ചെങ്ങായില്ലേ, അവൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്കി ഈ ചോസോനെ പോലെ പവറുള്ള ഈ ചെങ്ങായും കൂടെ നേർന്നിട്ട് നമ്മുടെ നോയാസിനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നേ ഇല്ല, കാരണം ഇവൻ അത്രയ്ക്കും പവർഫുള്ളാണ്. അതുപോലെ തന്നെ മാക്കിക്കൊക്കെ ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ചെറുക്കനാണെങ്കിൽ അടി കിട്ടിയിട്ട് അവൻ്റെ ബോധം പോലും പോകുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ അടി കിട്ടിയിട്ട് ഇവരിങ്ങനെ തെറിച്ചു പോകുന്നുണ്ട്, കാരണം ഇവർക്ക് അത്രയ്ക്കും കൂടുതൽ ഡാമേജ് വരുന്നുണ്ട്. നോയാസിനാണ് മാക്കിനൊരു ദയയില്ലാതെ അടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്, കാരണം അവന് നോയാസിനെ അത്രയ്ക്കും ദേഷ്യമുണ്ട് മാക്കിനോട്. അതുകൊണ്ട് തന്നെ മാക്കിനെ അടിച്ചിട്ട് കൊല്ലാനുള്ള പരുവത്തിൽ വരെ നോയാസിനെ ആക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ മാക്കി മരിക്കുന്നില്ല, പക്ഷേ നോയാസിനെ അത്രയ്ക്കും പവർഫുള്ളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഓരോരോ മൂവ്മെൻറ്റ് ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ നേരത്ത് ബ്ലഡ് മാനിപ്പുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റു ചെക്കയില്ലേ, അവൻ വന്നിട്ട് നോയാസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നോയാസിനെ അവനെ അടിച്ചിട്ട് പമ്പരാക്കി കളയുന്നുണ്ട്. അത്രയ്ക്കും പവർഫുള്ളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവ. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്ലേയേഴ്സ് അങ്ങോട്ട് എൻട്രി ആവുന്നത്. അതിൽ ഒരു പ്ലെയറിന് കട്ടാന ഭയങ്കര ഇഷ്ടമാണ്, മറ്റൊരു പ്ലെയറിനാണെങ്കിൽ സുമോ ഭയങ്കര ഇഷ്ടമാണ്. ഈ സുമോ പ്ലെയർ ആണെങ്കിൽ വളരെ കോമഡിയാണ്. ഇവന് ഈ വയസ്സായ ആൾക്കാരെടുത്തും ഈ കുട്ടികളെടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ സുമോ കളിക്കാനുണ്ടോ, വാടാ എന്നോട് കളിക്കാനുണ്ടെങ്കിൽ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കോമഡി ആയിട്ട് നടക്കുന്ന ഒരു സൈക്കോ പോലത്തെ ചങ്ങായിയാണ്. മറ്റവനാണെങ്കിൽ കട്ടാന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കട്ടാന എവിടെ കിട്ടിയാലും ഇവനെടുക്കൂ. ഇപ്പോൾ ഈ രണ്ട് പൊട്ടന്മാരും കൂടെ എത്തിയിരിക്കുന്നത് മാക്കിനെ ഈ ചെങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കട്ടാന ലവർ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മാക്കിനോട് ചോദിക്കുന്നുണ്ട്, ഹലോ പെണ്ണേ മോളെ എനിക്ക് ആ സോഡ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവന് കട്ടാന എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാക്കി ചോദിച്ച് ഇവൻ ഭയങ്കര ഫൈറ്റ് ആക്കിയെന്ന് ചോദിച്ചിട്ട് ഇവൻ തിരിച്ചിട്ട് മാക്കി ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ചെന്നേ കട്ടാന കൊടുക്കുന്നുണ്ട്. ഈ കട്ടാന കിട്ടിയത് ഇവന് വളരെ ഓവറായ പോലെ, അതായത് ഇവന് നമുക്കൊരു സാധനം കിട്ടുമ്പോൾ ഓവറാവൂലേ, അതേപോലെ തന്നെ ഓവറായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇവന് ആ സോഡ് എടുത്തിട്ട് ഒരൊറ്റ വീശുന്നുണ്ട്. ആ ഒരൊറ്റ വീശിൽ നമ്മുടെ നോയാസിനെയും ജസ്റ്റ് മിസ്സിനാണ് മാറിപ്പോകുന്നത്. അതായത് നോയാസിനെ അടുത്തു കൂടിയാണ് ആ കട്ടാനയുടെ പവറും ആ കട്ടാനയുടെ ആ ഒരു വെട്ട് പോകുന്നത്. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, മോളെ ഞാൻ വളരെ പവർഫുള്ളായി മാറിയില്ലേ, എനിക്കറിയാം ഞാൻ വളരെ പവർഫുള്ളാണെന്ന്, നീ നോക്ക് അതെന്താ സാധനം, അതൊരു സ്പിരിറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് മാക്കി ചോദിക്കുന്നുണ്ട്, എടാ കളവാ തനിക്ക് ആ ബീസ്റ്റിനെ കാണാൻ പറ്റുന്നില്ലേ, അതുകൊണ്ട് തന്നെ തനിക്കതുകൊണ്ട് ഫൈറ്റ് ചെയ്തുവിടാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾ വീണ്ടും ആ കട്ടനെടുത്ത് ഒരൊറ്റ വീശുന്നുണ്ട്. ആ ഒരു വീശ് നമ്മുടെ നോയാസിനെ കൊള്ളുന്നുണ്ട്. നോയാസിനെ വയറ്റിൽ തന്നെ ആ ഒരു സ്പിരിറ്റിൻ്റെ ഒരു ഭാഗം തന്നെ ഡാമേജ് ആക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മാക്കി ചിന്തിക്കുന്നുണ്ട്, തനിക്ക് എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റാത്തത്, ഞാനും ടോജിയും തമ്മിൽ എന്താ ബന്ധം ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മറ്റേ ചെറുക്കനില്ലേ സുമോ കളിക്കുന്നത്, അവൻ്റെ ഒരു ചെറിയ ഡൊമൈൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഡൊമൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സുമോ കളിക്കുന്ന ആ ഒരു സംഭവം പോലെ ആയിരിക്കും കറക്റ്റ് ഇവൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവന് ഡൊമൈൻ ചെയ്യണമെങ്കിൽ ഒരാളുടെ സമ്മതം വേണം. അതുകൊണ്ട് തന്നെ ഇവൻ മാക്കിനോട് ചോദിക്കുന്നുണ്ട്, പെണ്ണേ നമുക്ക് സുമോ കളിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാക്കി പറയുന്നുണ്ട്, അങ്ങനെയാണ് ചെയ്തു നോക്കാം, കാരണം ഞാനും ടോജിയും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് എനിക്കിപ്പോൾ അറിയണമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഗെയിമിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ ആ ഡൊമൈൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫസ്റ്റത്തെ അടിയിൽ തന്നെ, അതായത് സുമോ പ്ലെയറിൻ്റെ ഫസ്റ്റത്തെ അടിയിൽ തന്നെ മാക്കി അവിടെ വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ചെങ്ങായി മാക്കിനോട് പറയുന്നുണ്ട്, നോക്ക് നീ സാധാ കളിക്കുന്ന പോലെയല്ല സുമോ കളിക്കേണ്ടത്. സുമോ കളിക്കുന്ന ഒരാളുടെ ആദ്യം തന്നെ കോൺസെൻട്രേഷൻ പോകുന്നത് ലൈറ്റിലേക്കാണ്. ആദ്യം നീ ലൈറ്റിനെ കാണണം. ലൈറ്റിനെ കണ്ടാൽ മാത്രമേ നിനക്ക് സൗണ്ടിനെ കാണാൻ പറ്റൂ. സൗണ്ടിനെ കണ്ടാൽ മാത്രമേ നിനക്ക് ഫ്രീഡം ലഭിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മാക്കിക്ക് എന്തൊക്കെയോ ക്ലൂ പോലെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മാക്കി കുറച്ച് നേരം ചിന്തിച്ച് നിന്നിട്ട് അവൻ പറയുന്ന കാര്യം എല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് അവനോട് പറയുന്നുണ്ട്, പിന്നെ നോക്കാം, നമുക്ക് ഒന്നുകൂടെ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ആ സുമോ കളിക്കാൻ റെഡിയാകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സുമോ കളിയിൽ നമ്മുടെ മാക്കി വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവനെ തോൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടതും മാക്കിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്, കാരണം മാക്കി ഒരുപാട് പവർഫുൾ ആയ പോലെ മാക്കിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അന്നേരമാണ് വേറൊരു കാര്യമാണ് നടക്കുന്നത്. അതായത് നമ്മുടെ സുമോ പ്ലെയറിൻ്റെ ഈ ഒരു ഡൊമൈനില്ലേ, ഈ ഡൊമൈനിൽ ടൈം വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ പുറമെ നോക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ നോയാസിനില്ലേ വിളഞ്ഞാടുന്നുണ്ട്. അപ്പോൾ തന്നെ മാക്കി അങ്ങോട്ടേ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ സുമോ പ്ലെയർ കട്ടാന പ്ലെയറിനോട് പറയുന്നുണ്ട്, എടാ കിളവാ എനിക്ക് ഇനിയും സുമോ കളിക്കാനാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കട്ടാന പ്ലെയർ പറയുന്നുണ്ട്, എടാ പൊട്ടാ എനിക്ക് ഇനിയും കട്ടാന വീശാനാകുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ചോസോന്റെ പവർ എടുത്ത് നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നോയാസിനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉടനെ തന്നെ മാക്കി അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ചേസിങ് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ ഈ നോയാസിനെ അതേ സ്പീഡിൽ തന്നെയാണ് മാക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാക്കി ഇവനൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേ അറ്റാക്ക് തന്നെ സുമോ പ്ലെയറും കട്ടാന പ്ലെയറും ഒരുപോലെ ഇവന് കൊടുക്കുന്നുണ്ട്. ഈ മാക്കി എന്ന് പറയുന്നത് മാക്കി ഇപ്പോൾ ഒരു പ്യുവർ ടോജി പോലെ ആയിട്ടുണ്ട്. അതായത് ടോജിന്റെ എല്ലാ പവറും ഇപ്പോൾ മാക്കിക്കുണ്ട്. എല്ലാ സൈഡിൽ നിന്ന് അറ്റാക്ക് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ നോയാസിനും വയ്യാണ്ടായിട്ടുണ്ട്. അവർ ഉടനെ തന്നെ നോയാസിന് ഡൊമൈൻ എക്സ്പാൻഷൻ ഓൺ ആക്കുന്നുണ്ട്. നോയാസിന് ഡൊമൈൻ എക്സ്പാൻഷൻ ഓൺ ആക്കുന്നതും കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ആകുന്നത്.